അറിഞ്ഞില്ലടി, തെക്കൻ വീട്ടിലെ ആ വെടക്ക് ചെക്കൻ്റെ കല്യാണം വീണ്ടും മുടങ്ങി. അല്ലേലും അവൻ്റെ സ്വഭാവം അറിഞ്ഞു വെച്ച് അവന് ആർക്കും പെണ്ണു കൊടുക്കില്ല. രാവിലെ പള്ളിയിൽ വന്ന ത്രേസ്യാമ്മ കുർബാന കഴിഞ്ഞ് പോകുന്ന വഴിയിൽ കണ്ടവരോടൊക്കെ പറയുന്നുണ്ട്. അവർക്ക് കൂട്ടായി നാട്ടുകാരും കൂടുന്നുണ്ട്. അല്ലേലും ആ നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. തെക്കൻ വീട്ടിലെ വടക്ക് ചെക്കൻ ജോയലിൻ്റെ രണ്ടാമത്തെ കല്യാണവും മുടങ്ങിയെന്ന്. ആദ്യത്തെ കല്യാണത്തിന് അന്നാണ് മുടങ്ങിയതെങ്കിലും രണ്ടാമത്തെ കല്യാണത്തിന് തലേന്നാണ് മുടങ്ങിയത്. രണ്ടും വലിയ ആർഭാടത്തോടെയാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നാടാകെ അറിഞ്ഞിരുന്നു അവൻ്റെ കല്യാണം. എല്ലാവർക്കും സമാധാനമായല്ലോ. വീണ്ടും എന്നെ എല്ലാവരും കൂടി നാണം കെടുത്തിയില്ലേ. അവൻ്റെ ശബ്ദം ആ വീട് മുഴുവൻ മുഴങ്ങി. എടാ, ഞങ്ങൾ വിചാരിച്ചില്ലടാ ഇങ്ങനെയാവുമെന്ന്. അവൻ്റെ ദേഷ്യം ശമിക്കാനായി അവൻ്റെ ചേട്ടന്മാർ ഓരോന്നും പറഞ്ഞെങ്കിലും ഒത്തൊന്നും തന്നെ അവനെ ഏശിയില്ല. ദേഷ്യത്തോടെ മുറിയിൽ പോയി വാതിൽ വലിച്ചടച്ചവനെ എല്ലാവർക്കും സങ്കടത്തോടെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞതല്ലേ ഇച്ചായ, ആ കുടുംബക്കാരോട് എല്ലാം പറഞ്ഞിട്ട് മതി ഈ കല്യാണം എന്ന്. ഇനി അപ്പൻ വന്നാൽ ഉള്ള പ്രശ്നം വേറെ. അപ്പൻ എന്തായാലും അവനെ മാത്രം വഴക്കു പറയും. അതും പറഞ്ഞ് മറിയാമ്മ കണ്ണു തുടച്ചു. ഇത് തെക്കൻ വീട്. ജോർജ് തെക്കനാണ് ഈ വീട്ടിലെ കാരണവർ. ഭാര്യ കൊച്ചു ത്രേസ്യ 26 വയസ്സുകൾക്ക് മുമ്പ് മരിച്ചു. ഇവർക്ക് 4 മക്കൾ. ജോസഫ് ഭാര്യ മറിയമ്മ, ഡേവിസ് ഭാര്യ സെലീന, വർഗീസ് ഭാര്യ ലിസി. ഏറ്റവും ഇളയതാണ് ജോയൽ. വർഗീസിനേക്കാളും 12 വയസ്സ് ചെറുതാണ് ജോയൽ. അവൻ്റെ കല്യാണമായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. വലിയ വീട്ടിലെ പിള്ളാരെ നോക്കിയതാ നമുക്ക് പറ്റിയ തെറ്റ്. നമുക്ക് ഒരു സാധാരണ വീട്ടിലെ കാണാം. കൊള്ളാവുന്ന പെങ്കൊച്ചുങ്ങളെ നോക്കി മതിയായിരുന്നു. സെലീന തനിക്ക് തോന്നിയത് പറഞ്ഞു. ശരിയാ, അവൻ ഏതായാലും കല്യാണം ഒന്നും വേണ്ട എന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമുക്ക് വേറെ കൊച്ചുങ്ങളെ നോക്കാം. വർഗീസ് തൻ്റെ ഭാഗവും പറഞ്ഞു. അവനു വേണ്ടിയുള്ള അടുത്ത കല്യാണമാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും. കണ്ടില്ലേ, അടുത്ത കല്യാണവും മുടങ്ങി. അവൻ്റെ സ്വഭാവം കൊണ്ടാ. അവനെയൊക്കെ മുന്നേ കൊല്ലേണ്ടതായിരുന്നു. കുടുംബത്തിൻ്റെ പേര് കളയാൻ ജനിച്ച അസത്ത്. അവനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായി ജോർജ് വന്നുകൊണ്ട് അവനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ നിരത്തി. അപ്പൻ എന്തിനാ എപ്പോഴും അവനെ കുറ്റം പറയുന്നേ? ജോസ് അപ്പനോട് ചോദിച്ചു കൊണ്ട് എണീറ്റു. എന്നെ തള്ളി പറയാറായോ നിങ്ങളൊക്കെ? അല്ലേലും ആ തല തെറിച്ചവൻ്റെ കൂടെയല്ലേ നിങ്ങളൊക്കെ? അതും പറഞ്ഞ് അയാൾ എണീറ്റ് നടന്നു. ചേട്ടാ, ഒരു ആലോചന വന്നിട്ടുണ്ട്. ആ ചാണ്ടിക്കുഞ്ഞു പറഞ്ഞതാ. രണ്ടാഴ്ച കഴിഞ്ഞുള്ള ഒരു രാവിലെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ജോസിൻ്റെ അടുത്തായി വർഗീസ് വന്നു പറഞ്ഞു. എവിടെയുള്ളതാടാ ഇത്? ഏതായാലും അവരോട് എല്ലാം പറഞ്ഞിട്ട് തന്നെ ആലോചിച്ചാൽ മതി. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, അയാൾ പറഞ്ഞു. ആ, പിള്ളാർ 2 വീട് അപ്പുറം മാറി ഉള്ള ആ മാരിയ ഇല്ലേ, അവരുടെ മോളെ പെണ്ണ്. ഏത്? ആ കഴിഞ്ഞ തവണ ഏതോ റാങ്കും ഒക്കെ മേടിച്ച കൊച്ചോ? അയാൾ സംശയത്തോടെ ചോദിച്ചു. ആ ചേട്ടാ, ആ കുട്ടി തന്നെ. അത് വേണോ? നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ? അതല്ല ചേട്ടാ, ആ കൊച്ചും അമ്മയും തന്നെയുള്ളൂ. അതിൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണം പോലും. അതിന് കുറേ കാശ് വേണത്രേ. പിന്നെ അതിന് ഇനി പഠിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. നമുക്ക് അവളെ വേണമെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്യാം. നോക്കട്ടെ, എല്ലാവരോടും പറഞ്ഞിട്ട് വേണ്ട പോലെ തീരുമാനിക്കാം. അവനോട് ഇനി പറയണ്ട. അപ്പൻ പിന്നെ അവൻ്റെ കാര്യമൊന്നും ആളോട് പറയണ്ട എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? എന്താ മരിയേച്ചി, സമ്മതമാണോ? ഞങ്ങൾ നോക്കിക്കോളാം ഇവളെ പൊന്നുപോലെ, സാറയെ നോക്കിക്കൊണ്ട് സെലീന പറഞ്ഞു. അവന് എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാ. പക്ഷേ പാവമാണ് ചെക്കൻ. സ്നേഹിച്ച അവൻ ചങ്ക് പറിച്ചു കൊടുക്കും, ലിസയും പറഞ്ഞു. ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം, അവർ നിസ്സഹായത്തോടെ പറഞ്ഞു. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അതും പറഞ്ഞ് അവിടെ നിന്ന് സെലീനയും ലിസിയും ഇറങ്ങി. മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ട മാത്രം മതിട്ടോ ഈ കല്യാണം, അവർ പറഞ്ഞു. അവർ പറഞ്ഞു കേട്ടില്ലേ അമ്മയുടെ ഓപ്പറേഷൻ നടത്തുമെന്ന്. എനിക്ക് ഇനി ഒന്നും വേണ്ട. എനിക്ക് സമ്മതമാണ് അമ്മേ. ഞാൻ ചാണ്ടിക്കുഞ്ഞിനോട് പറയാം. അവർ പിന്നെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അറിഞ്ഞില്ലേ, അവർ സമ്മതിച്ചിട്ടുണ്ട്.
ഇനി അവനോട് പറയണ്ടേ? ചാണ്ടിക്കുഞ്ഞ് വന്നു പറഞ്ഞ കാര്യം ജോസഫ് ബാക്കിയുള്ളവരോട് പറഞ്ഞു. ഞാൻ പറയാ ഇച്ചായ, അവനോട് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. മറിയാമ്മ അയാളോട് പറഞ്ഞു. എന്നാൽ ഞങ്ങളും വരാം ചേച്ചി. അവർക്ക് കൂട്ടിനായി ലിസിയും സെലീനയും കൂടി. മോനെ ജോ, ഞങ്ങൾ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ചേച്ചി, പക്ഷേ എനിക്ക് ഇനി ഒരു കല്യാണം വേണ്ട. ഇനിയും വയ്യ നാണം കെടാൻ. അപ്പന് എന്നെ കുറ്റം പറയാൻ ഇനിയും ഒരു കാര്യം കൂടി ഉണ്ടാക്കേണ്ട. പിന്നെ ഞാൻ അറിഞ്ഞു എൻ്റെ കാര്യം മൊത്തം. പറയാതെ അവരെ പറ്റിച്ചല്ലേ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നത്? അവൻ പറഞ്ഞു അവരെ നോക്കി. നീ നോക്കിയോ? ഇത് അവർക്ക് സമ്മതമാണെന്ന് അറിയിച്ചു. നിന്റെ എല്ലാ കാര്യവും അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വലിയ ആഘോഷമാക്കിയൊന്നും നടത്തുന്നില്ല നമ്മൾ വീട്ടുകാർ മാത്രം. അവർ പറഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ചു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്, അവൻ പറഞ്ഞു അവിടെ നിന്ന് എണീറ്റ് പോയി. അവർക്കറിയാമായിരുന്നു അവരുടെ കണ്ണീർ കണ്ടാൽ അവൻ വീഴുമെന്ന്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 2 ആഴ്ച കൊണ്ട് കല്യാണത്തിന് തീരുമാനമായി. പെണ്ണിനെ കണ്ടു അവന് ഒന്ന് ഞെട്ടൽ തീരുന്നില്ല. നാട്ടിൽ ഇത്ര നല്ലൊരു കുട്ടി വേറെയില്ല. അതും പോരാഞ്ഞിട്ട് തന്നെപ്പോലെയുള്ള ഒരു തല്ലിപ്പൊളിയെ ഇഷ്ടപ്പെട്ടു എന്നത് അവന് അത്ഭുതപ്പെടുത്തി. അവർ തമ്മിൽ കല്യാണത്തിന് മുമ്പ് 2 തവണ കണ്ടെങ്കിലും ഒന്നും സംസാരിച്ചിരുന്നില്ല. വളരെ ലളിതമായി തന്നെ സമ്മതം നടത്തി. ജോയലിൻ്റെ അപ്പൻ പിന്നെ അവൻ്റെ ഒരു കാര്യത്തിലും ഇടപെട്ടിരുന്നില്ല. നിനക്ക് പേടിയില്ല പെണ്ണേ അവൻ്റെ ഭാര്യയാവാൻ? അന്ന് നമ്മൾ കണ്ടതല്ലേ അവൻ ആ അപ്പുവിനെ കവലയിൽ വെച്ച് അടിക്കുന്നത്? സാറയുടെ കളിക്കൂട്ടുകാരിയായ അമല അവളോട് ചോദിച്ചു. എടി, കല്യാണത്തലേന്ന് എന്നെ നീ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ പ്ലീസ്. ഉള്ളിൽ ഒരു ചെറിയ ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ. അവൾ അതും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോയി. സാറയിൽ ഒരു ചെറിയ ഭയം നിറയാതിരുന്നില്ല. തൻ്റെ അടുത്തായി നിൽക്കുന്ന പെണ്ണിനെ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. വൈറ്റ് കളർ സാരിയിൽ അവളെ കാണാൻ ഒരുപാട് ഭംഗിയുള്ളത് പോലെ അവന് തോന്നി. പക്ഷേ അടുത്ത നിമിഷം അവനിൽ അകുലത നിറഞ്ഞു. തന്നെപ്പോലെ ഒരുവൻ ഇവൾ ചേരുമോ എന്ന് ചിന്തിച്ചു. അവളുടെ മുഖത്ത് എപ്പോഴുമുള്ള ചിരി കണ്ടു അവന് മനസ്സ് നിറഞ്ഞു. അവളെ മിന്നുകെട്ടി സ്വന്തമാക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു അവൻ്റെ കൈകളിലേക്ക് പതിച്ചു. അത് അവനെ കൂടുതൽ ആകുലത നിറച്ചു. ഇനി മുതൽ അമ്മയെ വിട്ടു കഴിയണമല്ലോ എന്ന് ഓർത്തതാ അവളുടെ കണ്ണുകൾ നിർത്താതെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം മറിയമ്മയും സെലീനയും ലിസിയും അവളുടെ ഒപ്പം കൂടി. കൂടാതെ അവളുടെ അമ്മ അവളോട് സന്തോഷത്തോടെ ഇരിക്കട്ടോ എന്ന് 2 പേരും എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇരുവരെയും വലിയ ആർഭാടത്തോടെ ഉള്ള കല്യാണമല്ലാത്തത് കൊണ്ട് തന്നെ ഫോട്ടോസ് എടുത്തത് ജോസിൻ്റെ മകൻ അലൻ ആയിരുന്നു. ജോയലിൻ്റെ വീട്ടിൽ ചെറിയൊരു സദ്യയുണ്ടായിരുന്നു. അതോടെ കല്യാണ പരിപാടി ഏകദേശം പൂർണ്ണമായിരുന്നു. സമയം പോകുന്തോറും പെണ്ണിന് ആകെ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. പാൽ ഗ്ലാസ് കയ്യിൽ കൊടുത്തുകൊണ്ട് അവളെ ജോയലിൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ലിസി എല്ലാവരും കൂടി ഇരിക്കുന്നിടത്തേക്ക് നടന്നു. ജോയലിൻ്റെ അപ്പൻ പിന്നെ നേരത്തെ കിടന്നിരുന്നു. റൂമിലേക്ക് ചെന്നപ്പോഴേ കണ്ണിനു മീതെ കൈ വെച്ച് കൊണ്ട് കിടക്കുന്ന ജോയലിനെ അവളുടെ കയ്യിൽ എന്തിനോ വേണ്ടി വിറകൊണ്ടു. അനക്കം കേട്ടുകൊണ്ട് തല ഉയർത്തി നോക്കിയ ജോയൽ കണ്ടുനിന്നു. വിറകൊള്ളുന്ന പെണ്ണിനെ അവൻ്റെ നോട്ടം കണ്ട് അവൾ അവൻ്റെ അടുക്കലേക്ക് നടന്നു. എന്താ കൊച്ചേ, നീ പാല് കുടിച്ച് കിടക്കാൻ നോക്ക്, നിന്ന് വിറക്കാതെ. അവൻ പറഞ്ഞത് അവളിൽ ആശ്വാസം ഉടലെടുത്തു. എൻ്റെ അടുത്ത് കിടക്കാൻ കൊച്ചിന് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ തന്നെ ഒന്നും ചെയ്യൂല, ധൈര്യമായി കിടന്നോ. അവൻ്റെ ശാന്തതയോടുള്ള സംസാരം അവൾക്ക് വളരെ തന്നെ സമാധാനം നൽകുന്നുണ്ടായിരുന്നു. പതിയെ പാലിൻ്റെ പകുതി കുടിച്ച് അവന് അപ്പുറത്തായി അവളും കിടന്നു. ഇയാൾ പാവമാണോ എന്ന് പോലും പെണ്ണ് ചിന്തിക്കാതിരുന്നില്ല. ഇയാളുടെ അടുത്ത് വരുമ്പോൾ വല്ലാത്തൊരു ശാന്തത അവൾക്ക് കൈവരുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞു തുടങ്ങി. രാവിലെ എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവൾ എണീറ്റിരുന്നു. അവൻ്റെ നെഞ്ചിലായാണ് അവൾ കിടന്നത് എന്നത് കണ്ടതും അവളിൽ എന്തൊന്നില്ലാത്ത നാണത്തിൻ്റെ കണികകൾ നിറഞ്ഞു വന്നു. വീട്ടിൽ അമ്മയെ കെട്ടിപ്പിടിച്ച ശീലം അതുകൊണ്ട് തന്നെയാണ് അവനെ കെട്ടിപ്പിടിച്ചത് എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു.
പതിയെ എണീറ്റ് കുളിച്ച് പള്ളിയിൽ പോകാനായി തുടങ്ങി. അവനും അപ്പോഴേക്കും എണീറ്റിരുന്നു. അതെ കൊച്ചു, ഞാനും വരണോ പള്ളിയിലോട്ട്? റെഡിയായി കൊണ്ടിരിക്കുന്ന അവളോടായി അവൻ ചോദിച്ചു. ആ വരണം, ചേച്ചിമാർ ഇന്നലെ പറഞ്ഞു എന്തായാലും പോണമെന്ന്. എന്നാ ശരി വരാം കൊച്ചേ, അവൾ ആദ്യമായി സംസാരിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇരുവരും പള്ളിയിൽ പോകുന്നത് കണ്ട് ഇവിടെയുള്ളവരിൽ ചിരി നിറച്ചു. ഈ പെണ്ണ് അവനെ മാറ്റിയെടുക്കും ഉറപ്പാ, സെലീന സന്തോഷത്തോടെ പറഞ്ഞു. ബാക്കിയുള്ളവരും അതിനു ശരിവെച്ചു. പള്ളിയിൽ നിന്നും തിരിച്ചു വന്ന അവർക്കായി നാളത്തെ ചൂടപ്പവും മുട്ടക്കറിയും അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. ജോയിൻ്റെ അപ്പൻ അവനെക്കുറിച്ച് പല കുറ്റങ്ങളും പറഞ്ഞെങ്കിലും അവൻ അതൊന്നും തന്നെ ചെവി കൊണ്ടില്ല. ഇന്ന് സാറേ കൊച്ചിൻ്റെ വീട്ടിലേക്ക് പോണേ ജോ, ഭക്ഷണം കഴിക്കുന്നതിനിടായി ലിസി പറഞ്ഞു. ഒന്നും പറയാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവനെ കണ്ട് അവൾ സങ്കടം വന്നിരുന്നു. എൻ്റെ കൊച്ചേ, നീ വേഗം റെഡിയാവൂ, നമുക്ക് പോണ്ടയോ എൻ്റെ വീട്ടിലോട്ട്? ഭക്ഷണം കഴിഞ്ഞ് മുറിയിലായി ചടഞ്ഞിരിക്കുന്നവളോടായി അവൻ പറഞ്ഞു. 100 വോൾട്ടിൻ്റെ ബൾബ് കത്തിയ പോലെയായി പെണ്ണിൻ്റെ മുഖം അപ്പോൾ. അവളുടെ വീട്ടിൽ പോയി മരിയയെ കണ്ടപ്പോൾ തനിക്ക് എന്നെ നഷ്ടപ്പെട്ടു. സ്വന്തം അമ്മയെ അവൻ ഓർത്തുപോയി. അന്ന് വൈകിട്ട് അവരെ അവിടെ നിന്ന് അവൻ തിരികെ പോരാൻ നിന്നപ്പോൾ കൂടെ അവളും പോന്നിരുന്നു. തനിക്ക് അവിടെ നിൽക്കാമായിരുന്നില്ലേ? തിരികെ പോരുമ്പോൾ അവൻ ചോദിച്ചു. അപ്പോൾ അവളിൽ ഒരു കുസൃതി നിറഞ്ഞു. എന്താ, ഞാൻ കൂടെ വരുന്നത് ഇഷ്ടമല്ലേ? അവൾ മറു ചോദ്യം എറിഞ്ഞു. തിരികെ വരുമ്പോൾ അവരെ കാത്ത് എന്ന പോലെ മറിയമ്മയും സെലീനയും ദിശയും വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ജോ, അവരെ കണ്ട് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്ന സാറ അന്നത്തെ വിശേഷം മുഴുവൻ അവരോട് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു. അവൾ റൂമിലേക്ക് കയറുമ്പോൾ കണ്ടു എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് കിടക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആള് അങ്ങനെ തന്നെ കിടന്നുണ്ടായി. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ഇച്ചായ? അവൾ ചോദിച്ചപ്പോഴാണ് അവൻ ഞെട്ടി അവളെ നോക്കുന്നത്. ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കട്ടെയോ? അവൻ അവളോട് ചോദിച്ചു. എന്താ ഇച്ചായ? ലൈറ്റ് ഓഫ് ചെയ്യാൻ ബെഡിൽ വന്നിരുന്ന് കൊണ്ടവൾ പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇച്ചായം പറഞ്ഞോ? അവനെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ട് അവൾ പറഞ്ഞു. കൊച്ചി എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണോ കല്യാണത്തിന് സമ്മതിച്ചത്? അവളിൽ ഒരു പരവേശം നിറഞ്ഞു. അതെ, എൻ്റെ സ്വഭാവം കൊച്ചിന് അറിവുള്ളതല്ലേ. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ പെണ്ണേ? അവൾ ഒന്ന് ഞെട്ടി. എന്തു പറയണമെന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു തല്ലിപ്പൊളി കൊച്ചാ. ഞാൻ ആകെ മോശ സ്വഭാവമല്ലേ? നാട്ടുകാർ എന്നെക്കുറിച്ച് പറയുന്നതൊന്നും നീ കേട്ടിട്ടില്ലേ? അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ ജനിച്ചു കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പോയി. അപ്പന് പിന്നെ എന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതലേ തന്നെ ഇഷ്ടമല്ല. എന്നെ അയാൾ ഒരിക്കൽ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. എനിക്ക് പേടിയാ അയാളെ. അവൻ കണ്ണു നിറച്ചു കൊണ്ട് പറഞ്ഞു. അവൾ ആദ്യമായാണ് അവൻ കരയുന്നത് കാണുന്നത് തന്നെ. അവൾക്ക് അവനോട് ഒരുപാട് ദയ തോന്നി. പുറത്ത് കാണുന്നത് പോലെ ഒന്നുമല്ല അവൻ എന്ന് അവൾ അറിയുകയായിരുന്നു. എന്നെ നോക്കി വളർത്തിയത് ഒക്കെ ചേട്ടന്മാരാണ്. പിന്നെ മറിയമ്മ ചേച്ചി വന്നപ്പോൾ അവരും എന്നെ നോക്കി. പിന്നെ അവർക്കൊക്കെ പിള്ളേരായപ്പോൾ എന്നെ പതിയെ അവരുടെ ഇടയിൽ നിന്നും മാറ്റി. എങ്കിലും അവർക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, എനിക്കറിയാം. കൊച്ചിനറിയോ ഞാൻ എന്തോരം കരഞ്ഞിട്ടുണ്ടെന്നോ? ഒരിച്ചിരി സ്നേഹത്തിനു വേണ്ടി രാത്രി ആവുമ്പോൾ അപ്പൻ അവരെയൊക്കെ ഒപ്പം കിടത്തും, എന്നെ മാത്രം വേറെ. ഞാൻ പേടിച്ച് കരഞ്ഞു ഉറങ്ങാത്ത രാത്രികളുണ്ട്. പിന്നെ ചേട്ടനൊക്കെ അപ്പനോട് വഴക്കിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടക്കും. ചേട്ടനൊക്കെ തന്നെ എനിക്ക് പഠിക്കാനുള്ള കാശും ഒക്കെ തന്നത്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ പഠിച്ചു. ജോസേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ ഇപ്പോൾ നമ്മുടെ തന്നെ കടയിൽ പോണേ. അവൻ കരയുകയാണ്. അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി കൈയിലേക്ക് കൈ വെച്ചു. അപ്പോൾ തന്നെ അവൻ അവളെ മുറുകെ പുണർന്നിരുന്നു. അവളുടെ തോളിലേക്ക് അവൻ്റെ കണ്ണുനീർ ഒഴുകി. ഒരിക്കൽ ഞാൻ 5ൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു പനി വന്നു. ചേട്ടനൊക്കെ അന്ന് ടൂർ പോയിരിക്കുകയാണ്. എന്നെ വിട്ടില്ല. എന്നെ അപ്പൻ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ മരിക്കുമെന്ന് തന്നെ വിചാരിച്ചു. എങ്ങനെയോ അന്നൊക്കെ രക്ഷപ്പെട്ടു. ഒരു പക്ഷേ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ
നല്ല രീതിയിൽ നോക്കിയനെയല്ലേ? അവളുടെ തോളിൽ നിന്നും മുഖം എടുക്കാതെ അവൻ പറഞ്ഞു. അവൾക്ക് സങ്കടം വന്നു. ഇത്രയൊക്കെ അനുഭവിച്ചതാണ് അവൻ എന്നോർക്കുമ്പോൾ അവൾക്ക് സങ്കടം ഏറി വന്നുകൊണ്ടിരുന്നു. താൻ പോലും ഇത്രയൊന്നും അനുഭവിച്ചിട്ടില്ല. പിന്നെയോ കാശിൻ്റെ കുറവ് മാത്രമാണ് ഉണ്ടായത്. ഇന്ന് തൻ്റെ അമ്മയെ കണ്ടപ്പോൾ, അവർ എന്നോട് കാണിച്ച അടുപ്പം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നു പെണ്ണേ. ഇപ്പോഴും അപ്പന് എന്നെ ഇഷ്ടമില്ല. നീ കണ്ടതല്ലേ രാവിലെ? ദേഷ്യമൊക്കെ കാണിക്കുന്നത് തന്നെ എൻ്റെ ഈ അവസ്ഥ കാരണമാണ്. ഞാൻ ആരെയും വെറുതെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല പെണ്ണേ. അവൻ അവളുടെ മടിയിൽ തല വെച്ചു കിടന്നു. എനിക്കറിയാം ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എന്നെ ഇഷ്ടമാണെന്ന്. എങ്കിലും എന്തുകൊണ്ടോ അവരിലേക്ക് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ തോന്നും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ എന്ന്. നിനക്കറിയില്ലേ എൻ്റെ 2 കല്യാണം മുടങ്ങിയത്? പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു. അവൾ പിന്നെയും അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പതിയെ ആണ് ഉറങ്ങിയത്. രാവിലെ ആദ്യം കണ്ണു തുറന്നതും അവളാണ്. അവനെ കണ്ടു അവൾക്ക് സങ്കടം വന്നു. ഇത്രയും പാവമാണ് അവൻ എന്ന് ഇന്നലെയാണ് മനസ്സിലായിരുന്നത്. പതിയെ എണീറ്റ് സമയം കണ്ടു. അവൾ ഞെട്ടി. 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇച്ചായ, എണീക്കുന്നില്ലേ? സമയം നോക്കിയേ, അവനെ തട്ടി വിളിച്ചു കൊണ്ട് ചോദിച്ചു. എന്നാൽ അവൻ്റെ ചുട്ടുപൊള്ളുന്ന പനി കണ്ട് അവളൊന്ന് പേടിച്ചു. പിന്നെ സമയം കളയാതെ തന്നെ ഒരുപാട് തുണി നനച്ചിട്ട് അവളെ നെറ്റിമ്മേ ഇട്ട് കൊടുത്തു. വേഗം തന്നെ താഴെ ചെന്ന് എല്ലാവരോടും കാര്യം പറഞ്ഞിരുന്നു. ഉച്ചയായപ്പോഴേക്കും അവൻ്റെ പനിയെല്ലാം ഒരുപാട് വിധം മാറിയിരുന്നു. അവൻ്റെ കണ്ണ് തുറന്ന് തൻ്റെ മുന്നിൽ തന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ കണ്ട് അവൻ ഒന്ന് പുഞ്ചിരിച്ചു. ഇച്ചായ, പനി കുറവുണ്ടല്ലോ. തൻ്റെ നെറ്റിയൊക്കെ കൈ തൊട്ട് നോക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണു നിറഞ്ഞു. അവൾ അവന് കഞ്ഞി കോരി കൊടുത്തത് അവൻ മുഴുവൻ കുടിച്ചിരുന്നു. രാത്രിയായപ്പോഴേക്കും അവൻ്റെ പനി ഒരുപാട് വിധം വിട്ടുമാറിയിരുന്നു. കൊച്ചേ, നീ ഇന്ന് വല്ലതും കഴിച്ചിരുന്നോ? മുഴുവൻ നേരവും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ ആരും ഞാൻ ഇങ്ങനെ പനിച്ചു കിടന്ന നാളുകൾ എന്നെ നോക്കിയിട്ടില്ല. ഇതൊക്കെ ആദ്യമായിട്ടാ. ഒരു പക്ഷേ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നോക്കിയേനെ അല്ലേ? അവൻ പതിയെ ശബ്ദം പരമാവധി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഞാനില്ലേ ഇച്ചായ, ഇച്ചായൻ്റെ അമ്മ. പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ ഇച്ചായനു ഞാൻ ഇല്ലയോ? പിന്നെ എന്താ എൻ്റെ ഇച്ചായ? ഇനിയും ഒന്നും പറയണ്ട. പനി ശരിക്കും മാറിയിട്ടില്ല. ഇച്ചായൻ കിടന്നോ? പിറ്റേന്ന് തന്നെ അവൻ്റെ പനി മാറിയിരുന്നു. വീണ്ടും ദിവസങ്ങൾ ഓടി മറഞ്ഞു. അവന് അവൾ അമ്മയും ചേച്ചിയും ചിലപ്പോഴൊക്കെ ഒരു കൂട്ടുകാരിയുമായി വരെ മാറിയിരുന്നു. എടി പെണ്ണേ, നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകണ്ടയോ? കല്യാണം കഴിഞ്ഞു ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ എന്നും രാത്രി സംസാരത്തിനിടയിൽ പറഞ്ഞതാണ്. എന്നാ ഇച്ചായ, ഞാൻ ഒരുപാട് സ്ഥലം പറയട്ടെ? ഇച്ചായൻ എന്നെ കൊണ്ടുപോകുമോ അങ്ങോട്ട്? നീ പറ പെണ്ണ. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ ഇച്ചായ, എൻ്റെ അപ്പന് മൂന്നാറിൽ ഒരു വീടും സ്ഥലവും ഉണ്ടെന്ന്. അവിടെ പോയാലോ? അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോയാലോ? നമുക്ക് ഒന്ന് നിൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോകാം. എന്നിട്ട് അവിടെ നിന്ന് എന്താ വേണ്ടതെന്ന് പറയുന്നത് അവൻ ചോദിച്ചു. പോവാം ഇച്ചായ. പിന്നെ നമ്മൾ മുന്നാറിൽ പോയാൽ നാളെ തന്നെ തിരികെ വരുവോ? 2 ദിവസം നിന്നിട്ട് പോരെ ഇച്ചായ? ആ സ്ഥലം ഉറപ്പായിട്ടും ഇഷ്ടമാവും, നോക്കിക്കോ. ശരി, 2 ദിവസം നിന്നിട്ടു മതി പെണ്ണേ. പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും പോകാനായി ഇറങ്ങി. ഉച്ചക്ക് തന്നെ അവർ അവിടെ എത്തിയിരുന്നു. ഉച്ച സമയത്താണെങ്കിൽ ആകെ കോടയും തണുപ്പും നിറഞ്ഞ ഒരിടമായിരുന്നു അവിടം. സാറയും അമ്മയും കുറേ നാളുകളായി അങ്ങോട്ട് വരാഞ്ഞത് കൊണ്ട് തന്നെ വീട് ആകെ പൊടി നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് അവൾ ഇരുവരും ചേർന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കി. ആ ചെറിയ ഒറ്റ നില വീട് അവന് നല്ല ഇഷ്ടമായിരുന്നു. രാത്രിത്തേക്കുള്ളത് ഇരുവരും ചേർന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചിരുന്നു. ഇച്ചായോ, ആ ജനാലൊന്ന് തുറന്ന് നോക്കിയേ. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ഒരു ജഗ്ഗു വെള്ളവുമായി വന്നവൾ പറഞ്ഞത് കേട്ടുകൊണ്ട് അവൻ ജനാല തുറന്നു. പുറത്തു നിന്നുള്ള തണുപ്പ് അകത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പുറത്തെ കാഴ്ച അവനെ കൂടുതൽ സന്തോഷവാനാക്കി. നിലാവ് നിറഞ്ഞുകൊണ്ട് അവിടെയായി കാണുന്ന കോടയും ഇടയിൽ കൂടി ചെറുതായി കാണുന്ന മലനിരകളും അവന് ഏറെ നേരം നോക്കി നിന്നു. എന്താ ഇച്ചായോ, ഇഷ്ടപ്പെട്ടില്ലേ ഈ സ്ഥലം? അവനെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഒരുപാട് ഇഷ്ടമായി പെണ്ണേ. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. അവളെ മുന്നിലേക്ക് വലിച്ചു കൊണ്ട് അവൻ പറഞ്ഞു. കൂടെ
നിന്നെ ഇന്ന് കാണാൻ നന്നായിട്ടുണ്ട്. അവിടെ മുന്നിലേക്കായി അവൻ വന്നു കിടന്നു മുടിയെ പിന്നിലേക്കാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഓഹോ, അവനിലേക്ക് ഒന്നു കൂടി ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു. പതിയെ അവൻ്റെ മുഖം താഴ്ന്നു വരുന്നത് അവൾ നോക്കി. വളരെ പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടേതിൽ മുത്തി. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കൈ അവൻ്റെ ഷർട്ടിലായി കോർത്തു പിടിച്ചു. പതിയെ കണ്ണുകൾ തുറന്ന് അവൾ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് എന്താണെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഒന്നുമില്ല. ഒന്ന് കണ്ണ് ചിമ്മിത്തിരിഞ്ഞു നടക്കാൻ ആഞ്ഞവനെ തടഞ്ഞുകൊണ്ട് അവൾ കാലുകുത്തി പൊങ്ങി വന്നു അവൻ്റെ ചുണ്ടിൽ മുത്തി. അവൻ്റെ ഒരു കൈ അവളുടെ കവിളിലും ഒരുപാട് കൈ കൊണ്ട് അവളുടെ തലയിലും താങ്ങും കൊടുത്തു. അവളെ ഉയർത്തി. അവളുടെ കാലുകൾ അവൻ്റെ അരക്കു പിന്നിലായി വന്നു കെട്ടി. അവളുടെ കൈകൾ അവൻ്റെ തലയ്ക്ക് പിന്നിലായി വന്നു. അവളുടെ കീഴ്ചുണ്ടുകൾ അവനെ കടിച്ചെടുത്തു നുണഞ്ഞു. പിന്നെ ഇരു ചുണ്ടിലുമായി അവൻ മാറി മാറി നുണഞ്ഞു. ഇരുവരും മത്സരിച്ചു തന്നെ ചുംബിച്ചു. ഒടുവിൽ അവൾ തന്നെ അവനെ തള്ളി മാറ്റി. അവൻ അവളെ ബെഡിൽ കൊണ്ട് വന്നിരുത്തി. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് അവളുടെ പുറത്ത് അവൻ പതിയെ ഉഴിഞ്ഞുകൊടുത്തു. ശ്വാസം ഒന്ന് നേരെയായതും പെണ്ണ് അടുത്തിരിക്കുന്നവൻ്റെ മടിയിലേക്ക് ആയി കയറിയിരുന്നു. വീണ്ടും ഇരുവരും ചുംബിച്ചു കൊണ്ടിരുന്നു. അവളെ ബെഡിലേക്കായി ചായ്ച്ചു കിടത്തിക്കൊണ്ട് അവളുടെ കഴുത്തിൽക്കിടയിൽ അമർന്നു. പെണ്ണ് അവൻ്റെ മുടിയിലായി കോർത്തു പിടിച്ചു. അവൻ അവിടെ ഒന്ന് കടിച്ചതും ഇച്ഛ എന്ന് വിളിച്ചുകൊണ്ട് പെണ്ണ് അവനെ ഒന്നാകെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളിൽ പുതിയ തീരങ്ങൾ തേടി അലഞ്ഞു. ഇരുവരും നിന്ന് വസ്ത്രങ്ങൾ അയഞ്ഞു മാറി. അവളുടെ ശൃംഗാര ശബ്ദങ്ങൾ ആ മുറിയിൽ തങ്ങി നിന്നു. പുറത്തു മഴ പെയ്തിറങ്ങി. തണുപ്പ് ഇരുവരിലേക്കും എത്തിയെങ്കിലും ഇരുവരും ശരീരങ്ങൾ വിയർപ്പിനാൽ കുതിർന്നിരുന്നു. അവൻ അവളിലേക്ക് ഒരുപാട് പെരുമഴയായി തന്നെ പെയ്തിറങ്ങി. പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും പ്രണയകാലമായിരുന്നു. അവനും അവളും ഒരു കാമുകിയും കൂടിയായി മാറുകയായിരുന്നു. ദിവസങ്ങൾ വീണ്ടും പോയി മറഞ്ഞു. ഇച്ചായ, നിങ്ങൾ പോയിട്ട് എത്ര നേരമായി? എവിടെ? ഒരുത്തി ഉള്ള കാര്യം നിങ്ങൾ മറന്നിട്ടോ? ഫോണിൽ അവൻ്റെ ഹലോ കേൾക്കുന്നതിൻ്റെ മുന്നേ തന്നെ അത്യധികം സന്തോഷത്തോടെ പെണ്ണ് പറഞ്ഞിരുന്നു. എൻ്റെ പെണ്ണേ, ഞാൻ രാവിലെയല്ലേ അവിടുന്ന് പോന്നേ. പിന്നെ എന്നാടി, ഞാൻ വൈകിട്ടത്തെ ചായക്ക് ഉണ്ടാവും. എന്താടി പെണ്ണേ കാര്യം? നിങ്ങൾ ഇങ്ങോട്ട് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. തിരിച്ച് വീട്ടിൽ വരാൻ നേരമാണ്. സാറയുടെ വീടിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ അവിടെ കൂടി പോയിട്ട് പോവാമെന്ന് തീരുമാനിച്ചു. അവനെ കണ്ടു മാരിയ വലിയ സന്തോഷത്തോടെ അവനെ വന്നു പുണർന്നിരുന്നു. മോൻ എപ്പോഴാ വന്ന്? അവൾ പറഞ്ഞു. എങ്ങോട്ടോ പോയിരിക്കുന്നെന്ന്. അതുകൊണ്ടാണ് ഓപ്പറേഷന് വരാതിരുന്നത്. പിന്നെയും അവർ ഓരോന്ന് പറഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായിരുന്നു അവരെ നിർബന്ധിച്ചു കൊണ്ടാണ് കല്യാണത്തിന് സമ്മതിച്ചതെന്ന്. അത് അവന് വളരെ ഏറെ ദുഃഖം നിറച്ചു. അവൾ സ്വന്തം ഇഷ്ടത്തിനല്ല വിവാഹത്തിന് സമ്മതിച്ചതെന്ന് അവൻക്ക് ഒരുപാട് ദുഃഖം നിറച്ചു. സാറയെ വീട്ടിൽ നിന്നും അപ്പോൾ തന്നെ ഇറങ്ങിയെങ്കിലും വൈകിട്ട് അവൻ വീട്ടിലേക്ക് ചെന്നിരുന്നില്ല. പല തവണ അവൾക്ക് വിളിച്ചിരുന്നെങ്കിലും അവൻ ഫോൺ എടുത്തിരുന്നില്ല. അവൾ ആകെ പേടിച്ചിരുന്നു ആ നേരം കൊണ്ട് തന്നെ. കാരണം ഇതുവരെ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്നവൻ ഇന്ന് എടുത്തില്ല എന്നത് തന്നെ. തിരക്കുണ്ടെങ്കിൽ തന്നെ അവൻ എടുത്ത് പിന്നെ വിളിക്കാം എന്ന് പറയുമായിരുന്നു. ഒന്നുമില്ലാതെയായപ്പോൾ അവൾ ഒരുപാട് പേടിച്ചിരുന്നു. രാത്രി പിന്നെയും ഏറെ വൈകിയിട്ടാണ് അവൻ വീട്ടിൽ വരുന്നത് തന്നെ. അവളെ അഭിമുഖീകരിക്കാൻ അവന് പ്രയാസം തോന്നി. അതുകൊണ്ടാണ് അവൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതി വൈകി വന്നത്. എന്നാൽ അവൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് കൊണ്ട് കലങ്ങിയ കണ്ണും തന്നെ നോക്കി മുന്നിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൾ. അവൻ വന്നതും അവൾ ഒന്നും മിണ്ടാതെ തന്നെ അവന് ഭക്ഷണം വിളമ്പി. അവനും ഒന്നും മിണ്ടാതെ തന്നെ അത് മുഴുവൻ കഴിച്ചു. പിന്നെ അവളോട് ഒന്നും മിണ്ടാതെ തന്നെ റൂമിലേക്ക് പോയി. അത് അവളൊന്നും കൂടി വേദനിപ്പിച്ചു. കഴിച്ച പാത്രങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ട് റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നിരുന്നു. ഇച്ചായ, ക്ഷമ കെട്ട് അവൾ വിളിച്ചു പോയി. പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളെ ഇറുകെ പുണർന്നു. ഞാൻ ഒന്നും അറിഞ്ഞില്ലടി. നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ട് കല്യാണത്തിന് സമ്മതിച്ചെന്ന്. എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ ചോദിച്ചതല്ലേ? അവൻ്റെ കണ്ണുനീർ അവളുടെ തോളിലായി പതിച്ചിരുന്നു. അവൾ ആകെ ഞെട്ടി നിൽപ്പായിരുന്നു. അവൻ ഒന്നും അറിയില്ല എന്ന് അവൾ വിചാരിച്ചത് തന്നെ. അമ്മ എന്നോട് എല്ലാം പറഞ്ഞു ഇന്ന്. താൻ എന്തിനാടോ
ആ പാവത്തിനെ കുറെ പറ്റിച്ചത്? അതൊരു പാവമല്ലേ? അവൻ അവളെ വിട്ടുമാറി. ഞാൻ കാരണം തൻ്റെ ജീവിതം നശിച്ചില്ലേ? എന്നോട് പറയുന്നില്ലേ പെണ്ണേ? വേണ്ട, ഇനി ഒന്നും വേണ്ട. ഞാൻ തന്നെ കൊണ്ടുവിടാ കൊച്ചേ, നിന്നെ വീട്ടിലേക്ക്. ഞാൻ കാരണം കൊച്ചിൻ്റെ ജീവിതം നശിക്കണ്ട. അമ്മയോട് പറഞ്ഞാ മതി ഞാൻ ആള് ശരിയല്ലെന്ന്. പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ കരണത്തടിച്ചൊരു അടിയാണ് പെണ്ണ് കൊടുത്തത്. തന്നെയൊക്കെ ഉണ്ടല്ലോ. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽപ്പാണ് പെണ്ണ്. അവൻ ആദ്യമായാണ് അവളുടെ ഈ ഭാവം കാണുന്നത് തന്നെ. അപ്പോൾ എൻ്റെ വയറ്റിൽ വളരുന്ന കൊച്ചിൻ്റെ തന്ത ആരാവും? തനിക്കെന്നെ വേണ്ടല്ലേ? അതുപോലെ എൻ്റെ കൊച്ചിനെയും വേണ്ടല്ലേ? അവനൊന്ന് ഞെട്ടി. സത്യമാണോ പെണ്ണെ? കണ്ണ് നിറച്ചു കൊണ്ടുള്ള അവൻ്റെ ചോദ്യം അവളിൽ ദേഷ്യമാണ് നിറച്ചത്. എന്നെ എപ്പോഴാ വീട്ടിലാക്കുന്നത്? ഇപ്പോൾ ആക്കുവോ അതോ നാളെയോ? അവൻ്റെ ചോദ്യം കേട്ടിട്ട് അവൾ അങ്ങോട്ട് ചോദിച്ചു. എന്നെ ശരിക്കും ഇഷ്ടമാണോ പെണ്ണെ നിനക്ക്? വീണ്ടും അവൻ്റെ ചോദ്യം. ആണെന്നോ? എൻ്റെ ജീവനല്ലേ മനുഷ്യ നിങ്ങൾ? എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇതുവരെ മനസ്സിലാലോചിക്കാത്ത കാര്യമാണ് നിങ്ങൾ കുറച്ചു നേരം പറഞ്ഞത്. അവനെ മുറുകെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു. സത്യം. കൊച്ചു കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായ ചോദിക്കുന്നവനെ കണ്ട് അവളിൽ വാത്സല്യം നിറഞ്ഞു. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടക്കാതെ തന്നെ അതേയൊന്ന് അവൾ തലയാട്ടിയതും അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് മുഖം മുഴുവൻ ഉമ്മകൾ വെച്ച് നിറച്ചു. 9 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു രാത്രി. തൻ്റെ കയ്യിലായി കിടക്കുന്ന ആ ചെറു പൈതലിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കട്ടിലിലായി തന്നെ നോക്കുന്നവളെ അവനെ വളരെയധികം സ്നേഹത്തോടെ നോക്കി. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ പെണ്ണെ? ഞാൻ ഇച്ചായൻ്റെ ആരാ? അവൻ്റെ ചോദ്യത്തിന് മറു ചോദ്യം ചോദിച്ചവൾ. നീ എൻ്റെ എല്ലാമല്ലേ? ഒട്ടും താമസിക്കാതെ തന്നെ അവൻ്റെ മറുപടിയും വന്നിരുന്നു. നീ എന്നെ നിൻ്റെ മകനാക്കി, കൂടപ്പിറപ്പാക്കി, കൂട്ടുകാരനാക്കി, കാമുകനാക്കി, ഇതാ ഇപ്പോൾ എന്നെ ഒരു അപ്പൻ കൂടിയാക്കിയില്ലേ? അവളുടെ അടുത്തായി കൊച്ചിനെ കിടത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇച്ചായ, എനിക്കും നിങ്ങളെ എൻ്റെ എല്ലാം, എൻ്റെ ജീവൻ. ഇച്ചൻ്റെ പെണ്ണ് അവളുടെ നെറുകയിൽ അവൻ പതിയെ ചുംബിച്ചു. അപ്പോഴേക്കും ആ കുഞ്ഞിച്ചക്കൻ എണീറ്റ് കരയാൻ തുടങ്ങിയിരുന്നു. അവൻ ഇരുവരെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.